നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ എക്കണോമിക്സിലെ ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1ന്റെ പേര് ആൻ ഓവർവ്യൂ ഓൺ ഇന്ത്യൻ ഇക്കോണമി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര്. സോ ഇവിടെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് അതൊരു കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. രണ്ട്, വൈവിധ്യമാർന്ന ഒരു വ്യാവസായിക അടിത്തറ ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ട്. മൂന്നാമത്തേത്, സേവന മേഖലയുടെ ആധിപത്യമാണ്. സേവന മേഖല ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് ഇന്ത്യൻ ഇക്കോണമി. ദെൻ ഇരട്ട സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ ടു ടൈപ്സ് ഓഫ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇന്ത്യയിലുണ്ട്. അതായത് സംഘടിത മേഖലയും അസംഘടിത മേഖലയും ഒരുപോലെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെമോഗ്രാഫിക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇന്ത്യയിൽ ഉള്ളത്. മറ്റൊന്നാണ് പ്രാദേശികമായിട്ടുള്ള അസമത്വങ്ങൾ. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു ഫീച്ചറാണ് പ്രാദേശികമായിട്ടുള്ള അസമത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഇക്കോണമി ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിൽ നിന്ന് ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് വരുന്നു. ഇനി ഒരു ഡെവലപ്ഡ് രാഷ്ട്രമായിട്ട് മാറാൻ അധികം ദൂരം പോകേണ്ടതില്ല. എനിവേ, നമുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തീർച്ചയായിട്ടും തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലുള്ള, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ ഇന്ത്യയിൽ വളരെയധികം ഉണ്ട്. ദാരിദ്ര്യമാണ് മറ്റൊന്ന്. ഇന്ത്യയിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യക്ക് താഴെയാണ് കഴിയുന്നത്. ഇനി വരുമാനത്തിലെ അസമത്വമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സമ്പത്തിന്റെ അല്ലെങ്കിൽ GDP-യുടെ, നാഷണൽ ഇൻകത്തിന്റെ ഒരു വലിയ പെർസെൻറ്റേജും ഏതാനും ചില വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. മറിച്ച് സമ്പത്തിന്റെ ശരിയായ രീതിയിലുള്ള വിതരണം ഇന്ത്യയിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്തുള്ള ഒരു, അല്ലെങ്കിൽ വരുമാനത്തിലുള്ള ഒരു അസമത്വം വലിയ ഒരു വെല്ലുവിളിയാണ്. ഇനി കുറഞ്ഞ കാർഷിക ഉൽപാദനക്ഷമതയാണ് മറ്റൊന്ന്. നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ മറ്റു വളപ്രയോഗങ്ങളും ആധുനികമായിട്ടുള്ള കൃഷി രീതികളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയുടെ സുസ്ഥിതി ഉറപ്പുവരുത്തുന്ന ഇനിയും ഒരുപാട് പദ്ധതികളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉൽപാദനക്ഷമത നിലവില് ആവറേജ് ലെവലിലും കുറവാണ് ഉള്ളത്. അപ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു അഭ്യുന്നതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മറ്റൊരു വലിയ പ്രശ്നമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ചില ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പുകളൊക്കെ നല്ല രീതിയിൽ സുസ്ഥിരമായെങ്കിൽ മാത്രമേ അവിടെ പുതിയ ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആരോഗ്യ സംവിധാനത്തിലുള്ള അപര്യാപ്തതയാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, അത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലാണെങ്കിലും മറ്റു വിഭാഗങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കുന്നുണ്ട്. അഴിമതിയും അതുപോലെ സ്വജനപക്ഷപാതം തുടങ്ങിയ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള മോശമായ പ്രവണതകൾ അല്ലെങ്കിൽ പുഴുക്കുത്തുകൾ, ഇതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പൊതുകടം ഒരു ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ഇന്ത്യ കോടിക്കണക്കിന് കടബാധ്യത ഇന്ത്യക്ക് ഉണ്ട്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. ഇനി പരിസ്ഥിതി മലിനീകരണം മറ്റൊരു പ്രശ്നമാണ്.
പരിസ്ഥിതി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്, സുസ്ഥിര വികസന മാതൃക സൃഷ്ടിക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് പാരിസ്ഥിതികമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ പലതരത്തിലുള്ള മലിനീകരണങ്ങൾ മൂലം, അതുപോലെ വനനശീകരണമൊക്കെ മൂലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പരിസ്ഥിതിയുടെ നാശം കൊണ്ട് വല്ലാതെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗ് ഇന്ത്യയുടെ ആസൂത്രണത്തില് വലിയ പങ്ക് വഹിക്കുന്ന ഒരു സുപ്രീം അതോറിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സുപ്രീം ഇൻസ്റ്റിറ്റ്യൂഷനാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. നീതി ആയോഗ് എന്നതിന്റെ എക്സ്പാൻഷൻ. സോ 2015 പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് ആണ് പുതിയ നീതി ആയോഗ് വരുന്നത്. ഇത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസന മേൽനോട്ട കാര്യങ്ങളിൽ ഒരു ഏകീകരണം ഉണ്ടാക്കുന്നു. നമുക്കറിയാം 1950 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. ഈ പ്ലാനിംഗ് കമ്മീഷനാണ് ഇന്ത്യയിലെ പ്ലാനിങ്ങിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു സാമ്പത്തികമായിട്ടുള്ള മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സമ്പൂർണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ 2015 ഈ ഒരു സിസ്റ്റത്തെ നീതി ആയോഗ് എന്ന പുതിയ സിസ്റ്റം കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഇൻപുട്ട് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. 2, നയരൂപീകരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണ ഫെഡറൽ വേദികൾ ഒരുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നയരൂപീകരണവും അതുപോലെ അത് നടപ്പാക്കുന്നതിലുമൊക്കെ സ്വകാര്യ പൊതു മേഖലകളുടെ കളക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ നീതി ആയോഗിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ പരിപാടികള്, നയങ്ങള് നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുക, അതിൽ വേണ്ട പോരായ്മകള് പരിഹരിക്കുന്നതിന് വേണ്ട മെഷേഴ്സ് സ്വീകരിക്കുക, ഇതെല്ലാം നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. കൂടാതെ ആസൂത്രണത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എല്ലാം തന്നെ സാമ്പത്തികവും സാങ്കേതികവും ഒക്കെ ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നതും നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കൂടാതെ സമ്പദ് വ്യവസ്ഥ വിവിധ മേഖലകളിലുള്ള നവീകരണവും സംരംഭകത്വവും അതുപോലെ സാങ്കേതിക വികസനം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നീതി ആയോഗിന്റെ ചുമതലയാണ്. സുസ്ഥിര വികസനം അതുപോലെ സുസ്ഥിര വികസന മാതൃകകൾ മുന്നോട്ട് വെക്കുക, അത് പരിപോഷിപ്പിക്കുക എന്നുള്ളതും നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. കൂടാതെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ട് കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളതും നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് നീതി ആയോഗിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. സോ നീതി ആയോഗിന് പ്രധാനമായിട്ടും ഭരണസമിതി, അതുപോലെ പ്രാദേശിക സമിതികള്, കൂടാതെ പാർട്ട് ടൈമും മുഴുവൻ സമയവുമുള്ള അംഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ CEO തുടങ്ങിയ ഏതാനും സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് തന്നെ ഭരണസമിതിയാണ്. അപ്പൊ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽമാരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ നീതി ആയോഗിന്റെ ഭരണസമിതി എന്ന് പറയുന്നത്. അതിന് പ്രാദേശിക സമിതികളുണ്ട്. നീതി ആയോഗിന് 5 പ്രാദേശിക സമിതികളാണുള്ളത്. അത് മേഖലകളായിട്ടാണ് പ്രതിപാദിക്കപ്പെടുന്നത്. പ്രാദേശിക കൗൺസിലുകൾ, ഒന്നാമത്തേത് വടക്കൻ മേഖല, ഓക്കെ, നോർത്തേൺ സോണാണ്. അതുപോലെ സദേൺ സോൺ ആണ് മറ്റൊന്നത്. ഇനി ഈസ്റ്റേൺ സോൺ, വെസ്റ്റേൺ സോൺ, പിന്നീട് നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് സോൺ. ഇങ്ങനെ ഇത്രയും 5 സോണുകളായിട്ടാണ് നീതി ആയോഗിന്റെ പ്രാദേശിക സമിതികൾ ഉള്ളത്. ഇതില് മുഴുവൻ സംഘ
മുഴുവൻ സമയ അംഗങ്ങളും അതുപോലെ തന്നെ പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ട്. ഈ മുഴുവൻ സമയ അംഗങ്ങള് പ്രധാനപ്പെട്ട മേഖലകളിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുഴുവൻ സമയ അംഗങ്ങളാണ്. എന്നാൽ പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ അതില് കൂടുതലായിട്ടും അതൊരു രാഷ്ട്രീയ വിങ് കൂടിയാണ് പാർട്ട് ടൈം അംഗങ്ങള്. പ്ലസ് കൂടാതെ പ്രത്യേകമായിട്ടുള്ള മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദഗ്ധരെ, അതിലുള്ള പണ്ഡിതരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് പാർട്ട് ടൈം അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി CEO ആണ് നീതി ആയോഗിന്റെ തലവൻ. ഗവേണിംഗ് കൗൺസില് അംഗങ്ങളും അതുപോലെ ആ ഗവേണിംഗ് കൗൺസിൽ അംഗീകരിച്ച നയങ്ങള് പരിപാടികളൊക്കെ നടപ്പിൽ വരുത്തുന്നത് സിഇഒയുടെ ചുമതലയാണ്. ഇനി നീതി ആയോഗിന് ചില പ്രത്യേക ഹബ്ബുകളുണ്ട്. എന്ന് വെച്ചാൽ നീതി ആയോഗിന്റെ പ്ലാനിങ്ങുകൾ നടപ്പിൽ വരുത്തുന്നതിന് ചില വിങ്ങുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എയിം അഥവാ അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന്, അഥവാ അതിനെ നമുക്ക് എയിം എന്ന് ഷോർട്ടായിട്ട് പറയാം. സോ എയിം ആണ് ഒന്ന്. അടൽ മിഷൻ ഇന്നോവേഷൻ മിഷൻ ആണ്. ഇത് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ നവീകരണവും അതുപോലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വെപ്പ് അഥവാ വുമൺ എന്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം. സ്ത്രീകളുടെ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമാണ് ഇത്. നീതി ആയോഗ് ഈ ഒരു മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അതായത് ലിംഗസമത്വവും പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളുടെ സംരംഭങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ഒരു സുസ്ഥിരവും അതുപോലെ സമഗ്രവുമായിട്ടുള്ള വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് വെപ്പ് പ്രവർത്തിക്കുന്നത്. ഇനി മറ്റൊന്ന് NNM ആണ്. അതായത് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ ആണ്. ഇന്ത്യയിലെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഇവര് നടപ്പിൽ വരുത്തുന്നത്. ഇത് നല്ല ആരോഗ്യമുള്ള ഒരു ജനത ഒരു രാജ്യത്തിന്റെ അസറ്റാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ വേണ്ട ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ദെൻ സാത്ത് പ്രോഗ്രാം ആണ്. അപ്പൊ സാത്ത് സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലകളിലെയൊക്കെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് സാത്ത് നടപ്പിൽ വരുത്തുന്നത്. ഇനി മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ADP ആണ്. എന്ന് വെച്ചാൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 115 ജില്ലകളുടെ സാമ്പത്തിക സാമൂഹിക നില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് III ആണ്. അതായത് III, അതായത് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. സോ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അതുപോലെ അവയുടെയൊക്കെ നവീകരണ ശേഷിയും പ്രകടനവും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു രേഖ പുറത്തിറക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇത്. അത് പ്രകാരം മുന്നിലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ മുന്നേറുന്നതിനും മുന്നിലുള്ള രാജ്യങ്ങളല്ല, മുന്നിലുള്ള സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടുതൽ മുന്നേറാനും പിന്നോക്കമുള്ളവയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുമൊക്കെയുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിനും അതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ III എന്ന ഈ ഒരു ഇൻഡെക്സ് നീതി ആയോഗ് പുറത്തിറക്കുന്നത്. ഇനി നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ചില റോളുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തത് ദേശീയ വികസന തന്ത്രങ്ങള് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ട്, നയം നടപ്പിലാക്കുന്നത് സൂപ്പർവൈസ് ചെയ്യണം, അത് നിരീക്ഷിക്കണം, അത് ഒബ്സർവ് ചെയ്ത് അത് സൂപ്പർവൈസ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് വാലുവേറ്റ് ചെയ്ത് വിലയിരുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയുണ്ട്, അതായത് എത്രത്തോളം വിജയമാണ് ഈ പദ്ധതി എന്ന് വിലയിരുത്തുന്ന ഒരു ഡ്യൂട്ടി, ആ ഒരു റോള് ചെയ്യുന്നതും നീതി ആയോഗാണ്. അതുപോലെ നവീകരണം, സമഗ്രമായിട്ടുള്ള നവീകരണം, എല്ലാ മേഖലകളിലും പഴഞ്ചൻ രീതികളെല്ലാം വിട്ടിട്ട് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ഇനി സംസ്ഥാനങ്ങളുമായിട്ടും മറ്റു പങ്കാളികളുമായിട്ടൊക്കെ അതായത് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി ഗവൺമെന്റുകളും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിലും മറ്റു പാർട്ട്നേഴ്സിനെയും ഒക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് ഉള്ള നയപരിപാടികൾ നടപ്പിൽ വരുത്തുക, ഇതാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട റോളുകൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ, അതിൽ നീതി ആയോഗ് എന്ന
ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ പ്രഥമ പൊസിഷൻ അലങ്കരിക്കുന്ന നീതി ആയോഗ് അതിന്റെ കാര്യങ്ങൾ, അതായത് നീതി ആയോഗ് അത് രൂപപ്പെട്ടത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. താങ്ക് യു.